എനിവേ എന്താ പറയാ, കോപ്പ അമേരിക്ക അവസാനിച്ചു, യൂറോ കപ്പ് അവസാനിച്ചു. ഇനിയുള്ളത് 2024 ബാലൻഡിയർ പുരസ്കാരം. അത് ആരായിരിക്കും നേടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രശസ്ത ഫുട്ബോളിന്റെ അപ്ഡേറ്റുകൾ നൽകുന്ന goal.com അടിസ്ഥാനത്തിൽ വന്ന ഏറ്റവും ലാറ്റസ്റ്റ് ആയിട്ടുള്ള ബാലൻഡിയർ പുരസ്കാരത്തിന്റെ റാങ്കിംഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, ആദ്യ 5 സ്ഥാനങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് 5-ാം സ്ഥാനത്ത് ലൗതാറോ മാർട്ടിനസ് ആണ്. അതുപോലെ തന്നെ 4-ാം സ്ഥാനത്ത് ഡാനിയാണ്, റിയൽ മാഡ്രിഡിന്റെ ഡിഫൻഡർ ആയിട്ടുള്ള. അതുപോലെ തന്നെ 3-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിങ്ങും, 2-ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയറും, അതുപോലെ തന്നെ 1-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയുമാണ് നിലനിൽക്കുന്നത്. നിലവിലെ ബാലൻഡിയർ പുരസ്കാരത്തിന്റെ റാങ്കിംഗ് ഇങ്ങനെ പുറത്തുവിട്ട സമയത്ത് ഇപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2024 ബാലൻഡിയർ പുരസ്കാരം അത് ലൗതാറോ മാർട്ടിനസിനുള്ളതാണ് എന്നാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം അദ്ദേഹം കോപ്പയിൽ അടിച്ച അവസാനത്തെ ഗോൾ മാത്രം മുൻകണ്ടുകൊണ്ടല്ല ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നത്. കാരണം സീരിയ ചാമ്പ്യനാണ് അദ്ദേഹം, അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ചാമ്പ്യനാണ്, അതുപോലെ തന്നെ സൂപ്പർ ഇറ്റലി കപ്പ് ചാമ്പ്യനാണ്. അതുപോലെ തന്നെ സൂപ്പർ ഇറ്റലി കപ്പിലും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക കപ്പിലും ഫൈനലിൽ അവസാന മിനിറ്റിൽ ഗോൾ നേടിക്കൊണ്ട് ആ ടീമിന് കപ്പ് നേടിക്കൊടുത്ത ഒരു വ്യക്തിയുമാണ്. അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിൽ ടോപ്പ് സ്കോറാണ്, അതുപോലെ തന്നെ സീരിയയിലെ ടോപ്പ് സ്കോറാണ്. ഇതുപോലത്തെ ഒരുപാട് കാരണങ്ങൾ, വിശേഷങ്ങൾ അദ്ദേഹത്തിന് ഈ ഒരു വർഷമുണ്ട്. സോ അതുകൊണ്ട് ലൗതാറോ മാർട്ടിനസ് തന്നെയല്ലേ ഈ ഒരു ബാലൻഡിയർ പുരസ്കാരം സ്വന്തമാക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചർച്ചകൾ അദ്ദേഹത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ എന്തുകൊണ്ട് goal.com അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 5 റാങ്കിംഗ് കൊടുത്തു? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമ്മൾ ഇവിടെ ഈ പറഞ്ഞ സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ലൗതാറോ മാർട്ടിനസിനെ goal.com അടിസ്ഥാനത്തിലുള്ള റാങ്കിംഗ് ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് ഒതുക്കി കളഞ്ഞു? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, സീരിയ ചാമ്പ്യനാണ് ഇന്റർ മിലാൻ എന്ന് പറഞ്ഞ ക്ലബ്ബ്. ആ ക്ലബിന് തൊട്ട് താഴെയുള്ള ക്ലബിന്റെ പോയിന്റും ആ ഒരു ക്ലബിന്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. വലിയൊരു പോയിന്റ് ഡിഫറൻസിലാണ് ഇത്തവണ ഇന്റർ മിലാൻ കപ്പടിച്ചത്. ആ ഒരു പോയിന്റ് ഡിഫറൻസ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇന്റർ മിലാൻ കപ്പടിക്കാനുള്ള ഒരു കാരണം ലൗതാറോ മാർട്ടിനസ് ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം സീസൺ അവസാനിച്ചപ്പോൾ പ്ലെയർ ഓഫ് ദ സീസൺ എന്നുള്ള അവാർഡ് സ്വന്തമാക്കിയത് ഇന്റർ മിലാനിലെ മറ്റൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ വലിയ വലിയ മാച്ചുകളിൽ ലൗതാറോ മാർട്ടിനസിന്റെ പ്രകടനം വളരെ വീക്കായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ബിഗ് മാച്ചുകളിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കോപ്പ അമേരിക്ക അർജന്റീനയ്ക്ക് സ്വന്തമാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് മറുവശത്ത് ഇന്റർ മിലാൻക്ക് അദ്ദേഹം സ്വന്തമാക്കി കൊടുത്തു. 2 കപ്പുകളും അവസാന നിമിഷത്തിൽ ഗോൾ നേടിക്കൊണ്ടാണ് ഇരു ടീമുകൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ടീമിന് കപ്പ് നേടിക്കൊടുക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ മറുഭാഗത്ത് 2 ബിഗ് ട്രോഫികളാണ് അദ്ദേഹം ഇന്റർ മിലാൻക്ക് നഷ്ടപ്പെടുത്തിയത്. ബാക്ക് ടു ബാക്ക് പെനാൽറ്റി അദ്ദേഹം മിസ്സാക്കി കളഞ്ഞു. കോപ്പ ഇറ്റലിയ മത്സരത്തിൽ ബൊലോഗിനെതിരെ കിട്ടിയ പെനാൽറ്റി അദ്ദേഹം തുലച്ചു കളഞ്ഞു. അതിനുശേഷം യുഎഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കിട്ടിയ പെനാൽറ്റിയും അദ്ദേഹം തുലച്ചു കളഞ്ഞു. ഈ ഒരു 2 ഡീമെറിറ്റ് ഇപ്പോഴും ലൗതാറോ മാർട്ടിനസിനെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബാലൻഡിയോർ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനം goal.com അടിസ്ഥാനത്തിൽ കൊടുത്തത്. പക്ഷെ വലിയൊരു മാറ്റം അദ്ദേഹം കോപ്പ അമേരിക്കയിൽ ജയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ റാങ്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യത്തെ goal.com അടിസ്ഥാനത്തിലുള്ള റാങ്കിങ്ങിൽ 13-ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. പക്ഷെ ഇപ്പോൾ ഇത് 5-ാം സ്ഥാനത്താണ്. വലിയൊരു മാറ്റമാണ് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ലൗതാറോ മാർട്ടിനസിന്റെ റാങ്കിങ് ലിസ്റ്റിൽ ഉണ്ടായത്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് വലിയൊരു സ്റ്റാറ്റ്സ് ആണ്. പക്ഷെ അതിനേക്കാളും മികവ് തെളിയിച്ച പ്ലേയേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് 5-ാം സ്ഥാനം goal.com അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ള ഒരു കാരണം. 4-ാം സ്ഥാനത്താണ് റിയൽ മാഡ്രിഡിന്റെ ഡാനി. റിയൽ മാഡ്രിഡിന് വേണ്ടി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ട്രിപ്പിൾ കപ്പ് സ്വന്തമാക്കി കൊടുത്തു. സ്പെയിനിന് വേണ്ടി 2024 യൂറോ കപ്പും സ്വന്തമാക്കി കൊടുത്തു. അതുപോലെ തന്നെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോൾ നേടിയിരുന്നു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ ഒരു പ്ലെയറാണ്. പക്ഷെ എന്തുകൊണ്ട് 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും എത്തിയില്ല? എന്തുകൊണ്ട് 4-ാം സ്ഥാനത്ത് ഒതുങ്ങിക്കളഞ്ഞു? കാരണം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പെർഫോമൻസ് കാണിച്ച മറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജൂഡ് ബെല്ലിങ്ങും വിനീഷ്യസും ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് റിയൽ മാഡ്രിഡിന് വേണ്ടി ട്രിപ്പിൾ കപ്പ് സ്വന്തമാക്കുന്നതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡാനി 4-ൽ ഒതുങ്ങിക്കളഞ്ഞത്. ഇനി 3-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിങ്ങമാണ്. 2-ാം സ്ഥാനത്തേക്ക് ചാടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ 2-ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയാണ് വിനീഷ്യസ് ജൂനിയർ. എന്തുകൊണ്ട് വിനീഷ്യസ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു? എന്തുകൊണ്ട് ജൂഡ് ബെല്ലിങ്ങം 3-ാം സ്ഥാനത്തേക്ക് വന്നു? കാരണം ഒറ്റവാക്കി തന്നെ പറയാൻ പറ്റും. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡിനെ ട്രിപ്പിൾ കപ്പ് സ്വന്തമാക്കാൻ വലിയൊരു ഇമ്പാക്ട് ജൂഡ് ബെല്ലിങ്ങത്തിന്റെ അകത്തുണ്ടായിരുന്നു.
പക്ഷെ യൂറോ കപ്പ് നോക്കുന്ന സമയത്ത് 2024 യൂറോ കപ്പ് നോക്കുന്ന സമയത്ത് ഒരു അവാർഡും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഫൈനലിലെത്തിയ ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു അവാർഡ് സ്വീകരിക്കാൻ ജൂഡ് ബെല്ലിംഗത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ലെസ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ വളരെ മോശ പ്രകടനമായിരുന്നു എന്നൊക്കെ പറയാം. അത്രമാത്രം ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്ന സമയമായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഫൈനൽ മാച്ചിൽ അദ്ദേഹം ഉണ്ടായിട്ട് പോലും ഇംഗ്ലണ്ടിന് കപ്പ് നേടാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള കളിയും സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രകടനം യൂറോ കപ്പിൽ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 1-ാം സ്ഥാനത്തിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു കാരണം. പിന്നെ എന്തുകൊണ്ട് 2-ാം സ്ഥാനത്ത് ബ്രസീൽ തോറ്റിട്ട് പോലും എന്തുകൊണ്ട് 2-ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ വന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം നോക്കുകയാണെങ്കിൽ, ട്രിപ്പിൾ കപ്പ് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ UEFA ചാമ്പ്യൻസ് ലീഗ് റിയൽ മാഡ്രിഡ് നേടാൻ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. കാരണം 6 ഗോളും 4 അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. വലിയ ടീമുകൾക്കെതിരെയാണ് അസിസ്റ്റും ഗോളുകളൊക്കെ അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലാലിഗയിലും വമ്പൻ ടീമുകൾക്കെതിരെ റിയൽ മാഡ്രിഡിനെ ജയിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ബ്രസീലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഫൈനൽ മാച്ചിൽ സസ്പെൻഷനിലായിരുന്നു. അദ്ദേഹത്തിന് കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെയാണ് ബ്രസീൽ പരാജയപ്പെട്ടത്. ആ ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് വിനീഷ്യസ് 2-ാം സ്ഥാനത്ത് ഉറപ്പിച്ചതും. ഇനി പറയാനുള്ളത് റോഡ്രിയെ കുറിച്ചാണ്. എന്തുകൊണ്ട് റോഡ്രി 1-ാം സ്ഥാനത്ത്? യൂറോ 2024 വലിയ ഗോളുകളും അസിസ്റ്റുകളും ഒന്നും നേടിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് റോഡ്രി 1-ാം സ്ഥാനത്ത്? റോഡ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ, പ്രീമിയർ ലീഗ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് 3 മത്സരങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ആ 3 മത്സരത്തിലും റോഡ്രിയുടെ സാന്നിധ്യമില്ല. സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, റോഡ്രി ഉണ്ടെങ്കിൽ പരാജയത്തിന്റെ അളവ് വളരെ കുറവാണ്. റോഡ്രി ഇല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സീസൺ അവസാനിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് സ്വന്തമാക്കിയത് റോഡ്രിയാണ്. അതുപോലെ തന്നെ UEFA സൂപ്പർ കപ്പിന്റെ സാധ്യത ആ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അദ്ദേഹം അസിസ്റ്റ് ചെയ്തിരുന്നു. മികച്ച റേറ്റിംഗ് ആണ് കളി അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത്. മികച്ച കളിയാണ് അദ്ദേഹം UEFA സൂപ്പർ കപ്പിലും സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ യൂറോ കപ്പിൽ 2024 യൂറോ കപ്പിന്റെ സമയത്ത് വലിയ ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും ഇല്ലെങ്കിലും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന അവാർഡ് സ്വന്തമാക്കിയതും റോഡ്രി തന്നെയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സമയത്തും മികച്ച റൈറ്റിംഗ് അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ റോഡ്രിയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ കളിക്കുന്നതെല്ലാം മികച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം നേടിയിട്ടുള്ള ട്രോഫികളിലെല്ലാം അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. മികച്ച കളിയാണ് എല്ലാ ട്രോഫിയിലും അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇനി അഥവാ ടീം തോറ്റ കളികളായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് നല്ല റേറ്റിംഗ് ആയിരിക്കും. അദ്ദേഹം കളിച്ചിട്ടുള്ള എല്ലാ ട്രോഫികളിലും അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7-ലും 8-നും മുകളിലാണ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ 2024 ബാലൻഡിയർ പുരസ്കാരം നേടാൻ 90% അർഹനായ ഒരു വ്യക്തിയാണ് റോഡ്രി. സോ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, goal.com അടിസ്ഥാനത്തിൽ വന്ന റാങ്കിങ് തന്നെയാണ് മികച്ച റാങ്കിങ്. 1-ാം സ്ഥാനത്ത് റോഡ്രി ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് മാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മികവും പെർഫോമൻസും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ആ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, അദ്ദേഹം തന്നെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായ ഒരു വ്യക്തി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.